ദേശാഭിമാനി മുഖപ്രസംഗം 2024 മാർച്ച് 15. കേരളത്തിന്റെ പോരാട്ടം ഫെഡറലിസം സംരക്ഷിക്കാൻ. നികുതി വിഹിതത്തിലെ അർഹതപ്പെട്ട അവകാശവും നിയമപരമായി വായ്പയെടുക്കാനുള്ള അനുവാദവും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി നിർണായക ഘട്ടത്തിലേക്ക്. സാമ്പത്തിക സഹകരണ ഫെഡറലിസം എന്ന ഭരണഘടനയിലെ ആശയത്തിൽ നിന്ന് കേന്ദ്രം വ്യതിചലിച്ചതാണ് സാമ്പത്തിക ഞെരുക്കത്തിന് കാരണമെന്ന വാദമാണ് കേരളം ഉയർത്തുന്നത്. ഇതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വിശദമായ വാദത്തിൽ കോടതി പരിഗണിക്കും. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ അധികാരങ്ങൾ വ്യക്തമായി വിഭജിക്കപ്പെടുകയും നിർവചിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഭരണ സംവിധാനമാണ് സഹകരണ ഫെഡറലിസം. അത് ഉൾക്കൊള്ളാതെ തങ്ങളുടെ ആജ്ഞകൾക്കനുസരിച്ച് സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കണമെന്ന സ്വേച്ഛാധിപത്യ നിലപാട് കേന്ദ്രത്തിന് തിരുത്തേണ്ടി വരും. കടമെടുപ്പ് കാര്യത്തിൽ കേരളത്തോട് വൈരാഗ്യ ബുദ്ധിയോടെയാണ് കേന്ദ്ര സർക്കാർ പെരുമാറുന്നതെന്ന് കഴിഞ്ഞ ദിവസം വീണ്ടും വ്യക്തമായി. ഹർജി ആദ്യം പരിഗണിച്ചപ്പോൾ ഫെഡറൽ തത്വങ്ങൾ അടിസ്ഥാനമാക്കി ഇരു സർക്കാരുകളും ചർച്ചയിലൂടെ തീരുമാനത്തിലെത്താൻ കോടതി നിർദ്ദേശിച്ചു. 3 തവണ ചർച്ച നടന്നു. ആദ്യഘട്ട ചർച്ചയിൽ 13,608 കോടി രൂപ കടമെടുക്കാനുള്ള അവകാശം കേരളം ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് ന്യായമാണെന്ന് സമ്മതിച്ച കേന്ദ്രം കോടതിയിലെ ഹർജി പിൻവലിച്ചാലേ അനുമതി നൽകൂ എന്ന നിബന്ധന വച്ചു. ഇത് അംഗീകരിക്കാൻ കേരളം തയ്യാറായില്ല. കോടതി ഇടപെട്ടപ്പോൾ ഇത്രയും തുക കടമെടുക്കാൻ അനുവദിക്കാമെന്ന് സമ്മതിച്ചു. കൂടുതൽ കടമെടുക്കാൻ ഇളവ് അനുവദിക്കണമെന്ന ആവശ്യത്തിൽ ചർച്ച നടന്നെങ്കിലും കേന്ദ്രം നിലപാട് മാറ്റിയില്ല. വിശാല മനസ്സോടെ വിഷയത്തെ സമീപിക്കണമെന്ന കോടതി ആവശ്യം മുഖവിലക്കെടുക്കാതെ കേന്ദ്ര സർക്കാർ ചെലവ് ചുരുക്കൽ ഉൾപ്പെടെയുള്ള കർശന വ്യവസ്ഥയോടെ 5,000 കോടി വായ്പയെടുക്കാൻ അനുവദിക്കാമെന്നാണ് പറഞ്ഞത്. ഇത് അടുത്ത വർഷം തിരിച്ചുപിടിക്കും. വരവും ചെലവും സംബന്ധിച്ച കണക്ക് ബോധ്യപ്പെടുത്തണം. എന്നാലേ അടുത്ത വർഷം വായ്പ അനുവദിക്കൂ. ഒപ്പം സംസ്ഥാനത്തിന്റെ പ്ലാൻ ബി എന്തെന്ന് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തണം തുടങ്ങിയ നിബന്ധനകളാണ് മുന്നോട്ട് വച്ചത്. ഇതിന് വഴങ്ങുന്നില്ലെന്നും നിയമ പോരാട്ടം തുടരുകയാണെന്നുമാണ് കേരളം കോടതിയെ അറിയിച്ചത്. കേന്ദ്രം ജന്മിയും സംസ്ഥാനങ്ങൾ കുടിയാന്മാരുമാണെന്ന ധാരണയോടെ BJP നടപ്പാക്കുന്ന നയങ്ങളാണ് കേരളവും കേന്ദ്രവും തമ്മിൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന പോരാട്ടത്തിലൂടെ പുറത്തുവന്നത്. സഹകരണ ഫെഡറൽ തത്വങ്ങളുടെ അടിസ്ഥാന മര്യാദ പോലും കാണിക്കാതെയുള്ള ധിക്കാരത്തിന്റെ ഭാഷയാണ് മോദി സർക്കാർ ഉപയോഗിക്കുന്നത്. പണ്ട് ജന്മിയുടെ മുന്നിൽ കുടിയാൻ കൃഷിയിറക്കാൻ പണം വാങ്ങാൻ പോകുമ്പോഴുള്ള അവസ്ഥയാണ് കേന്ദ്രത്തിന്റെ നിബന്ധനകൾ ഓർമ്മിപ്പിക്കുന്നത്. തോർത്തഴിച്ച് അരയിൽ ചുറ്റി നട്ടെല്ല് വളച്ച് അകലെ നിന്ന് ആചാരഭാഷയിൽ കടം ചോദിക്കുക. കൃഷി ചെയ്ത് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വലിയ പങ്കും നൽകുമെന്ന് വ്യവസ്ഥ പാലിക്കുക. ഇതൊക്കെ ബോധിച്ചാൽ ലഭിക്കുന്ന നക്കാപ്പിച്ചയും വാങ്ങി ജന്മിയെ സ്തുതിച്ച് തൊഴുതു വണങ്ങി സ്ഥലം വിട്ടോണം എന്നായിരുന്നു നിബന്ധനകൾ. ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെയും ഇപ്പോഴത്തെ ഭാവം. ഈ മനോഭാവം അംഗീകരിക്കാൻ തയ്യാറല്ലെന്നാണ് കേരളം വ്യക്തമാക്കുന്നത്. ജന്മികൾക്കും മാടമ്പിമാർക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിയാണ് കേരളം ഈ നിലയിലെത്തിയത്. അതുകൊണ്ട് തന്നെ BJPയുടെ മാടമ്പി മനോഭാവത്തിന് വഴങ്ങുന്ന പ്രശ്നമില്ലെന്നാണ് കേരളം ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. അർഹതപ്പെട്ടത് ചോദിക്കുമ്പോൾ കേരളം യാചിക്കുകയാണെന്നാണ് കേന്ദ്രമന്ത്രി V. മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. 3.5 കോടി മലയാളികളെയാണ് മുരളീധരൻ അപമാനിച്ചിരിക്കുന്നത്. കേരളം യാചിക്കുകയല്ല, മറിച്ച് സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അധികാരങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ വിജയിച്ചുകൊണ്ടാണ് തടഞ്ഞുവെക്കപ്പെട്ട 13,608 കോടി രൂപ കേരളത്തിന് അനുവദിക്കാമെന്ന് കേന്ദ്രത്തിന് സമ്മതിക്കേണ്ടി വന്നത്. കേസ് പിൻവലിച്ചാൽ പണം തരാമെന്ന കേന്ദ്ര സർക്കാരിന്റെ ധിക്കാരത്തെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിക്കുകയും പരാതിപ്പെടാനുള്ള അവകാശം ഭരണഘടനാപരമെന്ന് നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. LDF സർക്കാർ ഈ പോരാട്ടം നടത്തുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിനും ക്ഷേമ പെൻഷനുകൾ അതത് മാസം കൃത്യമായി നൽകുന്നതിനുമായി ഏർപ്പെടുത്തിയ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പകൾ സംസ്ഥാന സർക്കാരിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി വികസന ക്ഷേമ പരിപാടികളെ ആകെ അവതാളത്തിലാക്കാനാണ് കേന്ദ്രം ശ്രമിച്ചത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്നതാണ് കേന്ദ്രത്തിന്റെ പ്രതികാര ബുദ്ധിയും സാമ്പത്തിക വിവേചനവും. എന്നാൽ കേരളത്തെ ബാധിക്കുന്ന കേന്ദ്ര നയങ്ങളെ വിമർശിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. കേരളത്തിനെതിരെയുള്ള നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്ന സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. കേരള വിരുദ്ധമായ നിലപാടിനൊപ്പം നിൽക്കുന്ന കോൺഗ്രസിനെ ജനങ്ങൾ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും.